എരണം കൂടിയ മന്ത്രി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ നിപ്പയെ രാഷ്ട്രീയം ആയുധമാക്കരുതത്രേ. ആരോട്? പ്രതിപക്ഷത്തോട്. നിപ്പ വന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു കുറ്റപ്പെടുത്തലും നടത്തിയിട്ടില്ല. പക്ഷേ കഴിവുകേട് കണ്ടു തുടങ്ങിയപ്പോൾ, പൊതുസമൂഹത്തിലെ വിമർശനം ഉയർന്നു തുടങ്ങിയപ്പോൾ എരണം കൂടിയ മന്ത്രി പറയുന്നത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. എല്ലാം നെഗറ്റീവാണ്. ഇന്നലെ പരിശോധിച്ച ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട 3 പേരെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഏതാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററുള്ള രോഗിക്ക് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും വരാനില്ല. എങ്കിലും സംശയങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരു കേസും വെറുതെ വിടുന്നില്ല. കേട്ടല്ലോ, രാഷ്ട്രീയമായി ഉപയോഗിക്കരുതത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ നിപ്പ എന്ന അതിഗുരുതരമായ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ എരണം കെട്ടവന്മാര് ഭരിച്ചാൽ ഇത് വരും. അന്ന് ഇവിടെ വവ്വാലില്ലേ? ആന്റണി ഭരിച്ചു, കരുണാകരൻ ഭരിച്ചു, ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് വവ്വാലുണ്ട്. പക്ഷേ അത് വന്നത് അതുകൊണ്ടല്ല, എരണം കെട്ടവർ ഭരിച്ചത് കൊണ്ടാണ്. കാലം മാറി, എരണം കൂടിയവൻ അധികാരത്തിൽ വന്നു. അതേ നിപ്പ വീണ്ടും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ എരണം കൂടിയ വ്യക്തി പുറത്തു നിന്നിട്ട് ഇതേ നിപ്പ റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം. പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കരുണാകരനും AKആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്തായിരുന്നു രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. എന്തുകൊണ്ട് നിപ വന്നു? അന്ന് ഇവിടെ വവ്വാലില്ലായിരുന്നോ? അപ്പോൾ എരണം കൂടിയ ആൾ വന്നപ്പോഴും വവ്വാലുണ്ട്. പക്ഷെ ഇന്നലകളിൽ ഇതേ അസുഖം റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രി നേരെ ആ ജില്ലയിലെത്തുന്നു. അത് കോഴിക്കോടായിരുന്നാലും മലപ്പുറത്തായിരുന്നാലും അവിടെ ചെല്ലുന്നു, അവിടെ ക്യാമ്പ് ചെയ്യുന്നു, അവിടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നു. ആ നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ആ സന്ദർഭത്തിലാണ് എരണം കൂടിയ മഹാൻ പ്രതിപക്ഷത്തിരുന്ന് മൈക്ക് കെട്ടി നേരത്തെ പറഞ്ഞ വാചകങ്ങൾ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലും കോലുകൾക്ക് മുന്നിൽ നിന്ന് തട്ടിവിട്ടത്. എന്നിട്ട് എന്തുകൊണ്ട് കോഴിക്കോട് പോയില്ല എന്ന് ചോദിച്ചപ്പോൾ, അസുഖം നമുക്ക് ബാധിച്ചാലും എരണം കൂടിയവർ അതുവഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ വന്നാലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുങ്ങി നടക്കുന്ന മന്ത്രി അതിനെക്കുറിച്ച് കൂടി പറയുന്നത് നിങ്ങൾ കേട്ടെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചത്. അതിന്റെ ചുമതലയില്ല. അതുകൊണ്ട് ഇത് വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാൻ റവന്യൂ മന്ത്രി ഇപ്പോൾ കോഴിക്കോടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. തിരുവനന്തപുരത്ത് ഇരുന്ന് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്ത് ഏത് ആരോഗ്യ പ്രവർത്തകരെ കൃത്യമായി അവിടെ നിന്ന് നയിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അത്ര സന്നിഗ്ധ ഘട്ടത്തിലാണ്. പിന്നെ എരണം കൂടിയ ആളുടെ പ്രവർത്തനങ്ങൾ ജനം തലയിൽ കൈവച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു എരണം! സംസ്ഥാനം പനിച്ചു വിറയ്ക്കുകയാണ്. പകർച്ചവ്യാധികൾ എരണം കൂടിയ മന്ത്രി വന്നതിന് പിന്നാലെ സംസ്ഥാനത്താകമാനം പടർന്നു പിടിച്ചിട്ടുണ്ട്. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ. എന്തൊരെരണം! ആ എരണമുള്ള മന്ത്രിയാണ് ഇതിനെ ഇപ്പൊ പറയുന്നു നിപ പോലെയുള്ളത് രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന്. ആരുപയോഗിച്ചു? ഇതുവരെ ആ അസുഖത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയോ മന്ത്രിയോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ മന്ത്രി ഇന്നലകളിൽ ഈ അസുഖങ്ങൾ വന്ന സന്ദർഭത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നവരെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാനും മാപ്രകൾക്ക് മുന്നിൽ വാർത്തകൾ സൃഷ്ടിക്കാനും കയ്യടി കിട്ടാനും ചെയ്ത പ്രവർത്തനങ്ങൾ തിരിച്ചെടുത്ത് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിനെന്തിനാണ് ഇത്ര ബേജാറ്? എരണം കൂടിയ വ്യക്തി വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാട്ടുകാർ കൂടി അറിയണ്ടേ?